ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠഭാഗമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഗീതു ചതുർവേദി എന്ന സാഹിത്യകാരനാണ് എഴുതിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മലയാളത്തിൻ്റെ തർജ്ജമ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗീതു ചതുർവേദി ജനിച്ചത് 27 നവംബർ 1977 മുംബൈയിലായിരുന്നു. ഒരു കവിയാണ്, അതുപോലെ തന്നെ ചരിത്രകാരനും. കൂടാതെ ദൈനിക് ഭാസ്കർ, നയോഡ എന്ന സ്ഥലത്ത് ഇപ്പോൾ എഡിറ്റോറിയൽ വിഭാഗത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സബ്സെ ബഡാ ഷോമാൻ ഗീത് ചതുർവേദി. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. गाते गाते പാടി പാടി അച്ചാനക് പെട്ടെന്ന് മാക്കി ആവാസ് അമ്മയുടെ ശബ്ദം ഫട്കർ പൊട്ടിക്കൊണ്ട് ഫുസ്ഫുസാഹട്ട് ചെറിയ നേർത്ത ശബ്ദത്തിലേക്ക് മേ തബ്ദിൽ ഹോഗൈ പരിവർത്തനമാക്കപ്പെട്ടു, ചെറിയ സൗണ്ടിലേക്ക് മാറി ഉമ്മയുടെ ശബ്ദം എന്ന് പറയുന്നത്. ലോഗോ കോ ലഗ ജനങ്ങൾക്ക് തോന്നി कि മൈക്ക് के कुछ खराबी आ गई है, മൈക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. പക്ഷേ ഫുസ്ഫുസാഹട്ട് ജാരി थी, ആ ഫുസ്ഫുസാഹട്ട് അതായത് നേർത്ത ശബ്ദം ഇപ്പോഴും ഉണ്ടായിരുന്നു. ലോഗോ ചില്ലാനെ ലഗെ ജനങ്ങൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഈ ഒച്ച കാരണം, ചെറിയ നേർത്ത ഒച്ച കാരണം. കഹീ സേ കുച്ച് ലോഗ് എവിടെ നിന്നോ കുറേ ആളുകൾ മ്യാവ് മ്യാവ് അതായത് പൂച്ചയുടെ ശബ്ദം കി ആവാസ് നിക്കാലിനെ ലഗെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഇസ് അഭദ്ര ഷോറിനെ ഈ മോശപ്പെട്ട സൗണ്ട് ശബ്ദം മാ കോ സ്റ്റേജ് സെ ഹട്നേക്കോ മജ്ബൂർ കർ ദിയ. ഈ മോശപ്പെട്ട ശബ്ദം എന്ന് പറയുന്നത് മ്യാവ് മ്യാവ് പോലുള്ള ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്നു ഹട്നേക്കോ അതായത് പുറത്താക്കുന്നതിന്, അതായത് ഇറങ്ങിപ്പോകുന്നതിന് മജ്ബൂർ ആ അമ്മേനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കേണ്ടി വന്നു, അതായത് നിർബന്ധമാക്കി ആ സൗണ്ട് എന്ന് പറയുന്നത് കർദിയ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാർലി കോ വഹ അക്സർ അപ്നെ സാത്ത് തിയേറ്റർ ലേ ജാത്തി ഥി. ചാർലിയുടെ ഉമ്മയാണ് ഇത് പാടുന്നത്. ചാർലി എന്ന് പറയുന്നത് ആ ഉമ്മയുടെ മകനാണ്. ചാർലി കോ വഹ ചാർലിയെ അവൾ, അക്സർ അധികവും മിക്കപ്പോഴും മിക്ക സമയത്തും എന്നർത്ഥമൊക്കെ വരും അക്സർ എന്ന് പറയുന്നത്. അപ്നെ സാത്ത് അവളോട് കൂടെ തിയേറ്ററിലെ ജാതി ഥി തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഉസ് ദിൻ ആ ഉമ്മ പാടിക്കൊണ്ടിരുന്ന ഇപ്പോൾ മോശമായില്ലേ സൗണ്ട്, ആ ദിവസവും ഉസ് ദിൻ ഭി പർദയ്ക്ക് പീച്ചെ പർദയുടെ പീച്ചെ അതായത് പർദയുടെ പിറകിൽ ഖട വഹ ആവാസ് കി തമാശ കോ ദേഖ് റഹാ ത. ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ അതായത് സ്വന്തം ഉമ്മേനെ ഇങ്ങനെ ആളുകൾ കളിയാക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലെ ഉള്ള ഒച്ച ഉണ്ടാക്കുന്നതും അവൻ ഈ തമാശകളൊക്കെ കണ്ട് നിൽക്കായിരുന്നു അവിടെ. മാ ഔർ മാനേജർക്ക് ബഹസ് ഹോത്തെ ദേഖെ അമ്മയും അതുപോലെ തന്നെ ആ അവിടുത്തുള്ള മാനേജറും തമ്മിലുള്ള തർക്കം കണ്ടുകൊണ്ട് വഹാ ഗയ എന്ന് പറയുന്നത് ആ ചാർലി എന്നാണ് അർത്ഥം. വഹാഗയ അവിടേക്ക് പോയി. ഈ മാനേജറും ഉമ്മയും തമ്മിലുള്ള തർക്കത്തിൻ്റെ ആ സ്ഥലത്തേക്ക് ചാർലിൻ പോയി. മാനേജർ ചാർലിക്കോ മാ കി കുച്ച് ദോസ്തോ കി സാമനെ അമ്മയുടെ കുറച്ച് കൂട്ടുകാർ ഫ്രണ്ട്സിൻ്റെ അരികിൽ, സാമനെ എന്ന വാക്കിൻ്റെ അർത്ഥം അരികിൽ, അടുത്ത് എന്നൊക്കെ അർത്ഥം വരും. അഭിനയ കർത്തെ ദേഖാത്ത ചാർലി അഭിനയിക്കുന്നത് മാനേജർ മുമ്പേ കണ്ടിരുന്നു ഈ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ അരികിലൊക്കെ. ഔർ വഹാ ഉസേ സ്റ്റേജ് പർ അതിനുശേഷം ആ മാനേജർ അതായത് ഉസേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചാർലിനെ സ്റ്റേജ് പർ ഭേജ്നെ കി ജിദ് കർണേ ലഗ. ഈ ചാർലിയെ നമുക്ക് സ്റ്റേജിലേക്ക് വിടാം എന്ന് മാനേജർ പറഞ്ഞ് അതുപോലെ തന്നെ ഫോഴ്സ് ആക്കാൻ തുടങ്ങി. ജിദ് എന്ന് പറയുന്നതിനെ വാശി പിടിക്കുക, അയാളെങ്ങനെയെങ്കിലും നമ്മൾ തള്ളി സ്റ്റേജിലേക്ക് കയറ്റുക എന്നർത്ഥം വരും. അപ്പോൾ അതിന് കയറ്റാനായിട്ട് മാനേജർ ശ്രമിച്ചു. മാ ഡർ ഗൈ അമ്മ പേടിച്ചു പോയി. എന്താണ് പേടിച്ചു പോകാൻ കാരണം? 5 സാൽ കി ബച്ച 5 വർഷമുള്ളൂ ഈ കുട്ടിയുടെ പ്രായം. 5 സാൽ കി ഈ ചെറിയ കുട്ടി ഇസ് ഉഗ്ര ഭീഡ് ഈ തിരക്കേരിയ ഈ സ്ഥലത്ത്, ഭീഡെന്ന് വെച്ചാൽ തിരക്കേരിയ എന്ന അർത്ഥമാണ് വരുന്നത്, അത് ജനക്കൂട്ടത്തിൻ്റെ തിരക്ക് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ഉഗ്ര ഭീഡമേ
ഛേൽ പായക അതായത് ഇവരെ നേരിടാൻ സാധിക്കോ. കാരണം ഉമ്മ ഇപ്പോൾ വന്നത് ആ ശബ്ദം കേട്ടിട്ടതിന് ശേഷം ആളുകൾ കളിയാക്കി കൂവിയതിന് ശേഷം പുറത്തിറങ്ങി വന്നതാണ് ഉമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ കുട്ടി പോയതിന് ശേഷം ഇവരെ നേരിടാനുള്ള ഇവനക്ക് കഴിവുണ്ടോ എന്നതാണ് അമ്മ സംശയിക്കുന്നത്. ബഹുത് മുവാഹിസ കെ ബാദ് ഒരുപാട് തർക്കത്തിന് ശേഷം, മുവാഹിസ എന്ന് വെച്ചാൽ തർക്കമെന്നാണ്. ഇതിൻ്റെ ഹിന്ദിയിൽ പറയുന്നത് ബഹസ് എന്ന അർത്ഥം വരും. വഹ അന്തത അവൻ്റെ അവസാനത്തിൽ, അന്തതാന് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അവസാനത്തിൽ, ചാർലിയെ സ്റ്റേജ് പർ ലേ ഗയ ചാർലിനെ സ്റ്റേജിലേക്കും കൊണ്ടുപോയി. ശേഷം ഔർ ബച്ചാവ് കെ കുച്ച് ശബ്ദ് ഇനി ബാക്കി ആ പാട്ടിൻ്റെ ബാക്കിയുള്ള കുറച്ച് ശബ്ദങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉസേ അക്കേല ചോട് ആയ അതിനുശേഷം സ്റ്റേജിൽ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് അതുപോലെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ധൂവയ്ക്ക് ഉടുത്തേ ഹുവേ ഛല്ലോ കി ബീച്ച് അതായത് പുക പൊന്തിക്കൊണ്ടിരിക്കുന്ന ഛല്ല എന്ന് വെച്ചാൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനം, ബീച്ച് അതിൻ്റെ അടുത്ത് ഇടയിൽ. ചാർലിനെ മഷ്ഹൂർ ഗീത് ചാർലി ഒരു പ്രധാനപ്പെട്ട ഒരു ഫേമസ് ആയ ഒരു പാട്ട് പാടി തുടങ്ങി. പാട്ടിൻ്റെ പേരെന്ന് പറയുന്നത് ജോക്ക് ജോൺസ് എന്നായിരുന്നു ആ പാട്ടിൻ്റെ പേരെന്ന് പറയുന്നത്. ഗാന ഷുറൂ കിയ അപ്പോൾ പാട്ട് പാടാൻ തുടങ്ങി. കുച്ച് ദേർ തക്ക് കുറച്ച് സമയത്തേക്ക് ആർക്കസ്ട്ര അതായത് ആർക്കസ്ട്ര എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വാദ്യസംഘം, നമ്മൾ കളിയാക്കുന്ന ആ കൂകി വിളിച്ച ആളുകൾ അവരുടെ ഒരു സംഘം, വാലെ ആ ആർക്കസ്ട്രാസ് വാലെ ആ ആളുകൾ, ഉസ്കെ ആവാസ് മേ ആയ കുട്ടിയുടെ ശബ്ദത്തിൽ, ഉസ് ഗാനെ കി ധൂൻ തലാശ്തേ രഹേ ആ പാട്ടിൻ്റെ ഈണം താളം അത് നല്ല രസമാണെന്ന് ഇങ്ങനെ നമ്മൾ നോക്കൂലേ, ഒരാളെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കുമ്പോൾ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവർ വഹാ ജേസേ ഹി മില എപ്പോഴാണ് ഈ ജനങ്ങൾക്ക് ആ ശബ്ദത്തിൻ്റെ രാഗം ഈണം നല്ല രസമായിട്ട് അവർക്ക് മനസ്സിലായത്, ആ സമയം വരെ ഗാന സജനേ ലഗ ഗാന നല്ല അടിപൊളിയായി തുടങ്ങി. ഗാന അഭി ആധി ഹി ഹുവാ ഥ പാട്ട് ഗാന എന്ന് പറയുന്നത് പാട്ട്, അഭി ഇപ്പോഴും, ആധാഹി ഹുവാ ഥ ഇപ്പോഴും പകുതി ആയിട്ടുള്ളൂ. കി സ്റ്റേജ് പർ പൈസോ കി ബൗച്ചാർ ഷുറൂ ഹോ ഗയ പൈസയുടെ ഒരു മഴ, ബൗച്ചാർ എന്നത് ഒരു ചാറ്റൽ മഴ എന്നൊക്കെ അർത്ഥം വരും. സ്റ്റേജിലേക്ക് ആളുകൾ പൈസ എറിയാൻ തുടങ്ങി. ചാർലിനെ ഗാന റോക്ക് ദിയ ചാർലി പാട്ട് സ്റ്റോപ്പാക്കി, നിർത്തി. റോക്ക് ദിയ എന്ന് വെച്ചാൽ നിർത്തി എന്നാണ് അർത്ഥം. ഘോഷണ കീക്കി പറഞ്ഞു, അതായത് ആളുകളോട് മൈക്കിൽ വിളിച്ച് പറഞ്ഞു, പഹലെ മേ യെ പൈസ ബട്ടറൂങ്ക ഈ പൈസ ഞാൻ ആദ്യം പെറുക്കിയെടുക്കട്ടെ. ബട്ടറൂങ്ക എന്ന് വെച്ചാൽ പെറുക്കിയെടുക്കുക എന്നാണ് അർത്ഥം വരിക. ഓർ അതിനുശേഷം ഉസ്കെ ബാധി ഗാവുങ്ക ഇതിന് ഈ പൈസകളെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷമേ ഞാൻ ഇതിന് പാടണുള്ളൂ എന്ന് പറഞ്ഞു. ഈ കാര്യം എന്ന് പറയുന്നത് ഞാൻ പൈസ കുറച്ച് എടുത്തിട്ട് അതിനുശേഷം ഞാൻ ഈ പൈസ എടുത്തതിന് ശേഷം പാടാമെന്ന് പറഞ്ഞുണ്ടല്ലോ, ഈ കാര്യം ജനങ്ങളെ ഭയങ്കര രസത്തിലാക്കി, അതായത് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഈ ബാത്തിനെ ഹോൾ കി ഹസി ഘർ മേ തബ്ദിൽ കർ ദിയ ഈ കാര്യം എന്ന് പറയുന്നത് ആ ഹാളിലുള്ള ജനങ്ങളെ ഹസി ഘർ എന്ന് പറയുന്നത് ചിരിയുടെ ഒരു വീടായി പരിവർത്തനം, തബ്ദിൽ എന്ന് പറഞ്ഞാൽ പരിവർത്തനം ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. തബ് തക് മാനേജർ ഏക് റുമാൽ അപ്പോഴേക്കും മാനേജർ ഒരു റുമാൽ എന്ന് പറഞ്ഞതിൻ്റെ കർച്ചീപ്പ് അതുപോലെ ടവൽ എന്നാണ് അർത്ഥം വരിക. ലേക്കർ എടുത്തുകൊണ്ട് ആയ അതായത് എടുത്തുകൊണ്ട് വന്നു. ഓർ പൈസ ബട്ടോർനെ ലഗ പൈസ പെറുക്കിയെടുക്കാൻ തുടങ്ങി. ചാർലിക്കോ ലഗ ചാർലിക്ക് തോന്നി കി മാനേജർ ഖുദ് മാനേജർ ഈ പൈസ ഖുദ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പൈസ റഖ്ലേന ചാത്തായി ഈ പൈസ പെറുക്കിക്കൊണ്ട് സ്വയമായി എടുക്കാനാണ് ആഗ്രഹിക്കുന്നു എന്ന് മാനേജർ ആ പെറുക്കണ ആ പൈസ എടുക്കുമെന്ന് ചാർലിക്ക് തോന്നി തുടങ്ങി. ഉസ്നെ യഹ് ബാത്ത് ഉസ്നെ ഈ കാര്യം അതായത് ചാർലി ഈ കാര്യം ഷിക്കായത്തി എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ പറയില്ല എൻ്റെ പൈസ എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞ ഒരു കാണിച്ചുകൊണ്ട് എൻ്റെ പൈസ എടുക്കല്ലേ എന്ന രീതിയിൽ അതായത് ജനങ്ങളെ കാണിച്ചുകൊണ്ട് ഷിക്കായത്തെന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങളോട് ഒരു രീതിയിൽ എൻ്റെ പൈസ എടുത്തുകൊണ്ട് പോവുക എന്ന് കാണിച്ചുകൊണ്ട് ലഹജെ മേ ദർശകോസെ കഹ്ദി ഇയാൾ എൻ്റെ പൈസ എടുത്തുകൊണ്ട് പോവുക എന്ന് ജനങ്ങളോട് കാണിച്ച് ഈ ആക്ഷൻ അതായത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു ആക്ഷൻ രീതിയിൽ സംസാരിച്ച് കാണിച്ചു എന്നാണ് ഇതിൽ അർത്ഥം എന്ന് പറയുന്നത്. ഹസി തബ് ഓർ ബഡ്ഗയ ചിരി എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും കൂടി ഈ കാര്യം പറഞ്ഞു കൊടുത്തതോടുകൂടെ.
ജബ് റുമാൽ കി പോട്ടലി മേ റുമാൽ എപ്പോഴാണ് ജബ് എന്ന് പറയുന്നത് എപ്പോഴാണോ റുമാൽ അതായത് ടവൽ കി പോട്ടലി ടവലിൻ്റെ ബണ്ടിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പണ്ടത്തെ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു കീശയായിരിക്കും പൈസ മൊത്തം അതിൽ കൂട്ടി വെക്കും, ശേഷം ഒരു കീശയിലായിരിക്കും പൈസ കൊണ്ടുപോകുന്നത്. ആ പോട്ടലി മേ പൈസ ബാന്ത് ബാക്ക് സ്റ്റേജ് की ओर जाते ആ പൈസ എല്ലാം കെട്ടിക്കൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് മാനേജർ ജാത്തെ മാനേജർ की പീछे ബാക്ക് സ്റ്റേജിലേക്ക് ഈ പൈസ കെട്ടിക്കൊണ്ട് മാനേജർ പോവായിരുന്നു. അതിൻ്റെ പുറകിലും ചാർലി വേഗുലത സെ ലഗ് ഗയ പുറകിൽ തന്നെ ആ മാനേജറിൻ്റെ പുറകിൽ തന്നെ പോയി തുടങ്ങി. ജബ് തക് മാനേജറിനെ ഏതുവരെയാണ് ഇയാൾ പോയത്, അതായത് ചാർലിൻ ചാപ്ലിൻ പോയത്. ചാർലിൻ ചാപ്പിൾ ആ ബണ്ടിൽ എന്ന് പറയുന്ന ആ ബണ്ടിൽ പൈസയുടെ കീശ അമ്മയ്ക്ക് കൊടുക്കുന്നത് വരെ അയാളുടെ പുറകിൽ നടന്നു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. കുറച്ച് സ്പ്ലിറ്റായിട്ട് രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. നമുക്കൊന്ന് വായിക്കാം. ജബ് തക് മാനേജറിനെ എപ്പോഴത്തേക്ക് മാനേജറിനെ ഏതുവരേക്കും വഹാ പോട്ട്ലി മാക്കെ ഹവാല നെഹിക്ക് അമ്മയുടെ അരികിലേക്ക് ഈ കൊടുക്കുന്നത് വരെ വഹാ നെഹി ലോട്ട അത് കൊടുക്കുന്നത് വരെ ചാർലി പുറകിലേക്ക് തിരിഞ്ഞില്ല. അതായത് മാനേജറിൻ്റെ പുറകിലേക്ക് പോയി ആ മാനേജറിൻ്റെ പുറകിൽ പോയി ഈ പൈസ മാനേജർ അമ്മയ്ക്ക് കൊടുക്കുന്നത് വരെ ഇയാൾ പുറകിൽ പോയി എന്നാണ് അർത്ഥം. ചാർലിനെ ജനത മേ ഗുദ്ഗുദി ഫൈലാ ദീ ഥി ചാർലിൻ ചാപ്പിൾ ജനങ്ങളിൽ നിന്ന് ഒരു ഗുദ്ഗുദി എന്ന് പറയുന്നത് ഒരു ഇക്കിളി, അതായത് രസം, അതായത് ചിരിയുടെ ഒരു രീതി അത് ജനങ്ങളിലേക്ക് പകർത്തി, അത് ഫൈലാദി എന്ന് വെച്ചാൽ ജനങ്ങളിലേക്ക് പരത്തി എന്നാണ് അർത്ഥം വരുന്നത്. ഉസ്കെ ബാദ് അതിനുശേഷം ഉസ്നെ ദർശകോ സെ ബാത് ചീത് കി അതിനുശേഷം അയാൾ അതായത് ചാർലിൻ ചാപ്പിൾ ദർശകോ എന്ന് പറയുന്നത് കാണികൾ, അതായത് കാണുന്നവർ പ്രേക്ഷകർ അവരോട് സംസാരിക്കുകയും ചെയ്തു. അതിന് പറയുന്നതാണ് ബാത് ചീത്. നൃത്തക്കിയ ഡാൻസും കളിച്ചു. അതുപോലെ തന്നെ അവർ അപ്ന മാക്കി സഹീദ് കൈ ഗായകോ കി നകൽ ഉത്താരി അതിനുശേഷം സഹീദ് എന്ന് പറയുന്നത് അമ്മയുടെ ഒപ്പം തന്നെയുള്ള കുറേ പാട്ടുകാർ അവരെയും സഹീദ് ഗായകോ കി നകൽ ഉത്താരി ഗായകോ ആ പാട്ടുകാരുടെ നക്കൽ എന്ന് പറയുന്നത് മിമിക്രി ചെയ്യുക, അവരെ കോപ്പി ചെയ്യുക എന്നൊക്കെ അർത്ഥം വരും. നകൽ ഉത്താരി അവരുടെ കോപ്പിയും ചെയ്തു. ശേഷം മാസൂമിയത് മേ ഉസ്നെ തോടി ദേർ പെഹലെ അതിനുശേഷം ഇയാൾ അതായത് ചാർലിൻ ചാപ്പിൾ മാസൂമിയത്ത് നിരപരാധി ഒരു വിഷമദായക ഒരു മുഖം കാണിച്ചുകൊണ്ട് ഉസ്നെ തോടി ദേർ പെഹലെ ആ ചാർലിൻ ചാപ്പിൾ കുറച്ച് നേരം മുമ്പേ ഫട്ടി മാക്കി ആവാസ് അതായത് അമ്മയുടെ ശബ്ദം കുറച്ച് ഞാൻ പറഞ്ഞ ഒരു രീതിയിൽ ഒരു നേരിയ ശബ്ദമായി, അതുപോലെ തന്നെ ശബ്ദം ബോറായി അത് ഈ ചാർലിൻ ചാപ്പിൾ എന്ന് പറയുന്നത് ആ ശബ്ദവും ഇയാൾ നക്കൽ ഉത്താരി അതായത് ആ ശബ്ദവും ഇയാൾ മറ്റേ കോപ്പി ചെയ്തു മിമിക്രി ചെയ്തു കാണിച്ചു. ലോഗോക്ക് ടഹാക്കോ കി ഹിസ്സേദാരി ഹുയി അതായത് ലോഗോമേ ജനങ്ങളിൽ ഈ കാര്യം എന്ന് പറയുന്നത് ജനങ്ങളിൽ ടഹാക്കോക്കി അതായത് ടഹാക്ക എന്ന് പറയുന്നത് ഒരു അട്ടഹാസത്തിൻ്റെ കി ഹസീദാരി അതായത് ഹസീദാരി എന്ന് പറയുന്നതിൻ്റെ ഇത് ഒരു രീതിയിൽ ഇവരെ പങ്കാളിത്തമുണ്ടാക്കി, ഇവരെ ഈ അട്ടഹാസത്തിൽ എല്ലാവരും അട്ടഹസിച്ചു എന്നാണ് അർത്ഥം. और സ്റ്റേജ് पर ജംകർ പൈസ ബർസെ അതിനുശേഷം പൈസ ഇത്ര നേരം മഴ ചാറ്റൽ മഴ ചെറിയ മഴയെന്ന് കരുതിക്കോ, ശേഷം ഒടുക്കത്തെ മഴ പെയ്തായിരിക്കും. അതുപോലെ തന്നെ പൈസ ജംകർ അതായത് നല്ല രീതിയിൽ തന്നെ പൈസ വന്നു തുടങ്ങി, അതായത് എറിയാൻ തുടങ്ങിയ ആളുകൾ. അന്ത്മേ അവസാനം ഇതിൻ്റെ എല്ലാ പെർഫോമൻസിൻ്റെ അവസാനത്തിൽ ജബ് അമ്മ എപ്പോഴാണോ ജബ് ഉസേ ലേനെ എപ്പോഴാണ് അമ്മ അയാളെ ചാർലിൻ ചാപ്പിളിന് കൊണ്ടുവരാൻ വന്നത് ദർശകോനെ ദേർ തക് അപ്പോൾ അതായത് കാണികൾ ദേർ തക് കുറേ നേരത്തേക്ക് ഖടേ ഹോക്കർ അതായത് എണീച്ചുകൊണ്ട് താലിയ ബജായ് കൈ അടിച്ചു തുടങ്ങി. കൈ ലോഗോനെ കുറേ ആളുകൾ മാക്കി ഹാത്ത് മിലാക്കർ അമ്മയുടെ ഹാത്ത് മിലാക്കർ എന്ന് വെച്ചാൽ കൈ അതായത് ഷേക്ക് ഹാൻഡ് കൊടുക്കുക. ഉസ്കെ ഛോട്ടെ ബച്ചേക്ക് ആ ചെറിയ കുട്ടീനെ അതായത് ആ അമ്മയുടെ ചെറിയ കുട്ടീനെ താരിഫ് അതായത് താരിഫ് എന്ന് പറയുന്നതിൻ്റെ അതിനെ പ്രശംസിച്ചു എന്നാണ് അർത്ഥം. ചാർലി സ്റ്റേജ് पर पहली बार आया ചാർലിൻ ചാപ്പിൾ ഈ സ്റ്റേജിലേക്ക് വന്നത് ഏറ്റവും ആദ്യമായിട്ടാണ്, ആദ്യമായിട്ടാണ് ഈ സ്റ്റേജിൽ കയറിയത്.
और माँ ആഖിരി ബാർ അമ്മ എന്ന് പറയുന്നത് ഇയാളുടെ അമ്മ എന്ന് പറയുന്നത് ചാർലി ചാപ്ലിൻ്റെ അമ്മ ഏറ്റവും അവസാനമായി ഈ സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കഥയിൽ നിന്ന് വിട്ടുപോയി ശേഷം മറ്റൊരു സെൻറ്റൻസാണ് വരാൻ പോകുന്നത്. ദുനിയാക്കി സബ്സെ ബഡി ഷോമാൻ, ലോകത്തിലുള്ള ഏറ്റവും വലിയ ഷോമാൻ എന്ന് പറയുന്നത് കാ യഹാ പഹല ഷോ താ. ഈ ഷോ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഷോ എന്ന് പറയുന്നത് ഈ ഷോ ആയിരുന്നു. കാരണം നിങ്ങൾക്കറിയാം ചാർലി ചാപ്ലിൻ ലോകത്തുള്ള ഏറ്റവും വലിയ അഭിനേതാവ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ആളുമാണ്. അതിന് നെക്സ്റ്റ് ലൈൻ ഉസ്നെ ജനം ലേ ലിയാ താ. ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ആൾ അപ്പോൾ ഈ സ്റ്റേജ് പ്രോഗ്രാമോട് കൂടെ ഒരു പുതിയ കലാകാരൻ ജീവിച്ചു, അതായത് ജന്മം കൊണ്ടു എന്നാണ് ഇതിൽ അർത്ഥം എന്ന് പറയുന്നത്. ചില വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എവിടെ ലഭിക്കുന്ന ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ചില വാക്കുകൾ, ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ നിങ്ങൾക്ക് അർത്ഥം ലഭിക്കുന്നതാണ്.